നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടികളെ തനിച്ചങ്ങോട്ടേക്ക് വിടണോ നിത്യേ? അല്ല, ജീവന്റെ കാര്യം ഒരു വ്യക്തതയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. നാളെ രാവിലെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ആരെന്ത് കാണിച്ചാലും സഹിച്ചല്ലേ പറ്റൂ. അമ്മ, அந்த பிரச்சனத்திற்கு ശേഷം ഞാൻ അവരെ பார்க்கவே இல்லை. മുറിയില് ഇരിക്കവോ ഇല്ലെന്ന് தெரியாது. ഞാൻ പോയി பார்த்துட்டு വരാം. ശരവണ, ഞാൻ പോയി നോക്കിക്കോളാം. അമ്മ ഇവിടെ ഇരിക്കെ, ശരവണൻ നോക്കിയിട്ട് വരട്ടെ. ആമാ, പോയി നോക്കിയിട്ട് വാ ശരവണ. വരുതമ്മ. നിത്യേച്ചോടുള്ള ദേഷ്യം ഏട്ടൻ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അമ്മയോടാ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറയുന്നേ. ജീവ സാർ, ജീവ സാർ, ജീവ സാർ, ജീവ സാർ. അവര് മുറിയിലില്ലേ? ഇതിനകത്തുമില്ല. എങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ, അമ്മ ഒന്ന് ഉட்கார்ந்து சாப்பிடுங்க. വാ അമ്മ, വാങ്ക. എന്തേ? എങ്കയോ தெரியாது. കല്യാണം കൺമുമ്പിൽ കാണണ്ടെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും അമ്മേ. അത്തരം തോന്നലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അവൻ തന്നെ മുന്നിട്ടിറങ്ങുമോ? കാണാതിരിക്കുമ്പോ സമാധാനിക്കല്ല, പേടിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു മുടക്കം, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ദുരന്തം അവനുണ്ടാക്കിക്കൂടാ എന്നില്ല. അമ്മ, സാപ്പിട്ട് മുടിച്ചതിന് അപ്പുറം ഞാൻ വെളിയിൽ പോയി നോക്കാം അമ്മ. വേണ്ട ശരവണ, പിന്നെ നീ തിരിച്ചു വരുന്നത് വരെ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പാ, അവൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. നാളത്തെ ഒരു ദിവസം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെയോ കുഴപ്പങ്ങളിലൂടെ ആയിരിക്കും. ആഗ്രഹിക്കാൻ പാടില്ല, പറയുന്നതും തെറ്റാ. പക്ഷെ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഏട്ടൻ പഴയതുപോലെ ഒന്നും ആയിരുന്നെങ്കിൽ. കുറച്ചു ദിവസത്തേക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാലും അതിപ്പോ വലിയ ആശ്വാസമല്ലേ? അതൊന്നും സംഭവിക്കില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ തിരിച്ചോർമ്മ വരുമ്പോ അവൻ ഇതിനേക്കാളും വയലന്റ് ആയിരിക്കും. വരും, എപ്പ വേണമെങ്കിലും കയറി വരും. അമ്മ, ഹരിസാറിനോടും അമ്മാവനോടും ഒന്നും சொல்ல വേണ്ടമ്മ. അവര് തിരുമ്പി വന്ന് ഏതാവത് പ്രോബ്ലം പണിയാ. സൂക്ഷിക്കണം. കരുതലൊന്നുമില്ലെങ്കിൽ അവൻ ചതിച്ചു കളയും. നിങ്ങൾ കഴിച്ചു തീർന്നിട്ട് ഹരിയെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. മക്കള് കഴിച്ചോ? അവരെ അമ്മയുടെ അടുത്താണെന്ന് തോന്നുന്നു. അവർക്ക് അമ്മ കൊടുത്തോളും. കുട്ടികളെ തനിച്ചങ്ങോട്ടേക്ക് വിടണോ നിത്യേ? അല്ല, ജീവന്റെ കാര്യം ഒരു വ്യക്തതയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. ജീവൻ ഇതുവരെ കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ?
അതില്ല. പക്ഷേ ആലോചിച്ച് പേടിക്കാനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണിൽ പോലും ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനത്തോടെയാ ആളുകൾ കിടന്നുറങ്ങുന്നത്. അത് മോള് പറഞ്ഞത് കറക്റ്റാ. അല്ല, അങ്ങനൊരു ചിന്തയില്ലായിരുന്നെങ്കിലേ എന്നെ ഈ മനുഷ്യക്കൂട്ടം ഒന്നായിട്ട് തന്നെ അങ്ങ് ചത്തുപോയെന്നെ. മോളിരുന്ന് കഴിക്കാൻ നോക്ക്. വാ. അല്ല മോളെ, വീണ കഴിച്ചായിരുന്നു? സാധാരണ എടുത്ത് കഴിക്കാറുണ്ട്. ഇന്ന് അടുക്കളയിൽ കയറിയ ലക്ഷണമൊന്നും ഞാൻ കണ്ടില്ല. അല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നായിരുന്നോ? കണ്ടില്ല. ഓ, അതിപ്പോ കാണാതെയും കൊണ്ടുവരാമല്ലോ. ഏതാ കൊണ്ടുവരുന്ന ആളോട് ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ആരെയും കാണാതെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ പറഞ്ഞ അയാൾ അത് ചെയ്യുമല്ലോ. അവളങ്ങനെ പട്ടിണിയൊന്നും കിടക്കുകയല്ല. നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. അത് വിളിച്ചു നോക്കാം. കഴിക്കാണെങ്കിൽ കൂടെ വന്ന് കഴിക്കട്ടെ. അയ്യോ, അതെ, വിളിച്ചു നോക്കിക്കോ. പക്ഷേ അത് നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മതി. അതെ. ഈ നീർക്കോലി വിചാരിച്ചാലും അത്താഴം മുടങ്ങുന്നല്ലേ. ഏതായാലും ഇപ്പോഴേ ഈ സമയത്തെ അവളുടെ തലയിൽ എന്തെങ്കിലും കുരുട്ടുബുദ്ധി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ല, നാളത്തെ ദിവസം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. അതെ, നാളത്തെ ചടങ്ങ് ഏതെങ്കിലും രീതിയിൽ അലങ്കോലപ്പെടുത്താൻ അവൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്റെ മോള് അച്ഛൻ ഇതുവരെ കാണാത്ത കോലത്തിൽ കാണും. നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തോന്ന് സംസാരിക്കാൻ? ദേ, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇനി ഒന്നുമേ സംസാരിക്കാനില്ല. അതൊക്കെ തീരുമാനിച്ച പോലെ തന്നെ അങ്ങ് നടക്കും. ഇല്ലയോടാ? അതെ മോളെ, ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുടക്കവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. എന്താ വീണയുടെ മുറിന്നാണല്ലോ. വീണേ, വലിയ തിടുക്കമൊന്നും കാണിക്കണ്ട. വീണേ, അവള് ലോപ്പിച്ച് കാണൂ. അമ്മ വന്നേ. വീണേ. അല്ല, അപ്പൊ ഈ മുട്ട കറി വീണേ, വീണേ, വാതിൽ തുറക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.